ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. സോ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേബറേഴ്സിൻ്റെ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ, മാനേജ്മെൻറ്റിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ. സോ പണ്ട് മാനേജ്മെൻറ്റും മാനേജേഴ്സും എംപ്ലോയീസും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വിങ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ മാനേജ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അവർ ഒന്നുകൂടെ അവെയറായി. സോ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്, പാർട്ടിസിപ്പേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ് സിറ്റുവേഷൻ വിച്ച് എൻകറേജസ് him to contribute to the group goals and share the responsibility of achievement. So അക്കോർഡിംഗ് ടു കെയ്ത്ത് ഡേവിസിൻ്റെ ഡെഫിനിഷൻ പ്രകാരമാണ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള വർക്ക് ലൈഫ് മീൻസ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ഉണ്ട്. ഇതിന് ലേബർ പാർട്ടിസിപ്പേഷൻ എന്നോ വർക്കർ പാർട്ടിസിപ്പേഷൻ എന്നോ ഒക്കെ പറയുന്നു. സോ 5 ലെവൽസാണ് മെയിനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ലെവൽ പറയുന്നത് ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ. ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇവിടെ എംപ്ലോയീസിന് ഇൻഫർമേഷൻ റിസീവ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതായത് ദേ ആർ ഏബിൾ ടു റിസീവ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്രസ് ദെയർ വ്യൂസ് റിലേറ്റിംഗ് ടു ദ മാറ്റർ ഓഫ് ജനറൽ എക്കണോമിക് ഇമ്പോർട്ടൻസ്. സോ അവർക്ക് അത് ഫസ്റ്റ് ലെവലാണ്. അതായത് അവർക്ക് ഇൻഫർമേഷൻ റിസീവ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ. കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷനിൽ വർക്കേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നു ചില കാര്യങ്ങളിൽ, പെർട്ടിക്കുലർ മാറ്റേഴ്സിൽ, അതായത് വർക്ക് റിലേറ്റഡ് ആയിട്ടോ സേഫ്റ്റി ഓർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ പാർട്ടിസിപ്പേഷനും കൂടെ, അവരെയും കൂടെ അവരുടെ പിന്നെ അഭിപ്രായം കൂടെ ചോദിക്കുന്നു, കൺസൾട്ട് ചെയ്യുന്നു. പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അവരുടെ വ്യൂസ്, എംപ്ലോയീസിൻ്റെ വ്യൂസ് ഒന്ന് കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. സോ ഇവിടെ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ്റെയും കൂടെ ഒന്നുകൂടെ എക്സ്റ്റൻഷനാണ്. അതായത് പിന്നെ ഇവരുടെ എംപ്ലോയീസിൻ്റെ പിന്നെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതും കൂടെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നു. അതൊരു ഒബ്ലിഗേഷനായിട്ട് മാറുന്നു. അതായത് പിന്നെ അവരുടെ ഡിസിഷൻസും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് പിന്നെ ഒരു ഒബ്ലിഗേഷനായിട്ട് ഇവർ മാനേജേഴ്സും വർക്കേഴ്സും കൂടെ ജോയിൻ്റ്ലിയാണ് ഈ ഡിസിഷൻസ് എടുക്കുന്നത് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷനിൽ. ദെൻ നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷനിൽ ഇവിടെ വർക്കേഴ്സിന് വളരെയധികം ഷെയർ മാനേജറിയൽ ഫങ്ഷൻസ് ചെയ്യുന്നതിൽ ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് മാനേജ്മെൻറ്റാണ് എടുക്കുന്നതെങ്കിലും എംപ്ലോയീസിലേക്ക് അത് കൈമാറുന്നു. അപ്പോൾ ആൾട്ടർനേറ്റീവായിട്ടുള്ള വല്ല ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് എടുക്കാം. സോ അവർ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന ലെവലാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ലാസ്റ്റ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ്. ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത് പിന്നെ ജോയിൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധം പിന്നെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രം എടുത്തിരുന്ന കാര്യങ്ങളെല്ലാം എംപ്ലോയീസും കൂടെ കൂടിയിട്ടെടുക്കുന്ന പിന്നെ ലെവലാണ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ. സോ ഈ ലെവൽസ് ആദ്യം ലോവർ ടു ഹയർ ആണ് വരുന്നത്. ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷനിൽ അത്രയധികം പാർട്ടിസിപ്പേഷൻ ഇല്ല. കൺസൾട്ടേറ്റീവ് അതിലും കൂടുതലാണ്, അസോസിയേറ്റീവ് അതിലും കൂടുതൽ, അഡ്മിനിസ്ട്രേറ്റീവ് അതിലും കൂടുതൽ, ഡിസിസീവ് പാർട്ടിസിപ്പേഷനിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉള്ളതാണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ദെൻ എന്താണ് ഈ ലേബർ പാർട്ടിസിപ്പേഷൻ്റെ ഇമ്പോർട്ടൻസ്? മാനേജ്മെൻറ്റിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സോ ഇത് ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് കുറയ്ക്കുന്നു. അതായത് എംപ്ലോയീസിനെയും കൂടെ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് ഉണ്ടാകുന്നില്ല. ദെൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് പോകുന്നത്. ദെൻ ഹയർ പ്രൊഡക്ടിവിറ്റി, അതിലേക്ക് ലീഡ് ചെയ്യുന്നു. പീസ് ആൻഡ് ഹാർമണി ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഓവറോൾ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ എൻഹാൻസ് ദ റെസ്പോൺസിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. ആരുടെ? എംപ്ലോയീസിൻ്റെ. അവരുടെ ഇനീഷ്യേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ഉണ്ടാകുന്നു. ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, അതായത് അവരുടെ സ്വാതന്ത്ര്യം, എംപ്ലോയീസിൻ്റെ അതായത് ലേബറേഴ്സിന് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം കൂടുതലാവുകയാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് കുറയാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ദെൻ ലെസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. സാധാരണഗതിയിൽ ഏത് ഫീൽഡിലും എംപ്ലോയീസ് ആയിരിക്കും ആദ്യം എന്തെങ്കിലും ഒരു പുതിയ കാര്യം വരുമ്പോൾ അതിന്
എതിർക്കുക, റെസിസ്റ്റ് ചെയ്യുക. സോ ആ റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം അവരെയും കൂടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാക്കുന്നത് കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്? മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട്. ആ ഒരു ചിന്ത എംപ്ലോയീസിൻ്റെ മൈൻഡിലും ഉണ്ടാകുന്നത് കൊണ്ട് അവർ ചേഞ്ച് ഉണ്ടാകുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കുറയും. So these are the importance of workers' participation in management. The next essential conditions for workers' participation in management. എന്തൊക്കെയാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷന് വേണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന്, എൻലൈറ്റൻ ആൻഡ് ഇംപാർഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതായത് രണ്ട് പാർട്ടീസിൻ്റെയും, എംപ്ലോയേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അത് എൻലൈറ്റൻഡ്, അത് നല്ല താല്പര്യത്തോടു കൂടിയായിരിക്കണം. അതുപോലെ ഇംപാർഷ്യൽ ആയിരിക്കണം. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മളുടെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെൻറ്റിനും ലാബറേഴ്സിനും ഈ ഓവറോൾ ഒബ്ജക്റ്റീവ്സും അതുപോലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ ഒബ്ജക്റ്റീവും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ദെൻ വിശ്വാസം, ജെന്യുവിൻ ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അവരുടെ ഒറിജിനൽ റിയൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. ദെൻ കോംപ്ലിമെൻ്ററി ബോഡി, അതായത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസും മാനേജ്മെൻറ്റും കൂടെ കളക്റ്റീവായിട്ട് ഗ്രൂപ്പായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി ബോഡി ആയിട്ടാണ് ഈ പാർട്ടിസിപ്പേഷൻ വർക്ക് ചെയ്യുന്നത്. സോ കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ള കോൺസെപ്റ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഈ പാർട്ടിസിപ്പേഷൻ. ദെൻ സ്ട്രോങ് ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്നു. സ്ട്രോങ് ട്രേഡ് യൂണിയൻ ഉണ്ടായിരിക്കും, എന്നാലേ അവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇഫക്റ്റീവ്ലി, കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ ഇഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ട്രേഡ് യൂണിയൻ ആയിരിക്കണം. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അതോറിറ്റി സെൻട്രലൈസ്ഡ് ആയിരിക്കണം. ദെൻ പ്രോഗ്രാംസ് ഫോർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഡെവലപ്ഡ്. ഈ എംപ്ലോയീസിനെയും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പ്രോഗ്രാംസും കമ്പനിയിൽ ഉണ്ടായിരിക്കണം. സോ ഇതൊക്കെയാണ് എസെൻഷ്യൽ കണ്ടീഷൻസ്. ദെൻ ലാസ്റ്റ് പോർഷൻ, മെത്തേഡ്സ്. ഏതൊക്കെ രീതിയിലാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നത്? ഒന്ന്, പാർട്ടിസിപ്പേഷൻ അറ്റ് ബോർഡ് ലെവൽ എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ റെപ്രസെൻറ്റേറ്റീവ്സിനെ, വർക്കേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് എലക്ട് ചെയ്യുന്നു. ഓക്കെ, ബോർഡ് ലെവലിൽ സാധാരണയായിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അവരുടെ കൂട്ടത്തിലേക്ക് നമ്മളുടെ വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് 2-3 റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബോർഡിലെത്തുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് അത് ഇവരെല്ലാവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. സോ അങ്ങനെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ കുറേ കമ്പനികൾ, ഇപ്പോൾ ടാറ്റ, അതുപോലെ HMT പോലെയുള്ള കമ്പനികളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പാർട്ടിസിപ്പേഷൻ അറ്റ് ദ ബോർഡ് ലെവൽ. അതിന് വളരെയധികം സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, പാർട്ടിസിപ്പേഷൻ ത്രൂ ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ കമ്പനിയുടെ ഷെയർസ് ഓണേഴ്സ്, അതായത് എംപ്ലോയീസ് പർച്ചേസ് ചെയ്യുക. സോ എംപ്ലോയീസ് ബിക്കം ദ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഓണേഴ്സ് ആകുമ്പോൾ ഓണേഴ്സിനൊരു ഇതുണ്ടാകും, മാനേജ്മെൻറ്റിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കമ്പനി നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. സോ അപ്പാർട്ട് ഫ്രം എംപ്ലോയീസ് എന്നുള്ള ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അല്ലാതെ ഓണേഴ്സ് എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അതിലൊരു വ്യത്യാസം ഉണ്ടാകും. സോ അവരെ ഓണർഷിപ്പ് രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ദെൻ പാർട്ടിസിപ്പേഷൻ ത്രൂ കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഫുൾ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എലക്റ്റഡ് ബോർഡിൻ്റെ സഹായത്തോടു കൂടെ, അതായത് എല്ലാ എംപ്ലോയീസിനും അല്ലാതെ എലക്റ്റഡ് ബോർഡിന് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് സ്വാതന്ത്ര്യങ്ങളും കൺട്രോളും കൈമാറുക. ഇത് ട്രേഡ് യൂണിയൻ വളരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകളൊക്കെ കുറയും. ഓക്കെ, ദ നെക്സ്റ്റ്, പാർട്ടിസിപ്പേഷൻ ത്രൂ സ്റ്റാഫ് ആൻഡ് വർക്ക് കൗൺസിൽ. സ്റ്റാഫ് കൗൺസിൽ അതുപോലെ വർക്ക് കൗൺസിൽ എന്നൊക്കെ പറയുന്നത് എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. സോ അവർ ഒരു ഓർഗനൈസേഷന് മൊത്തമായിട്ടൊരു കൗൺസിൽ ഉണ്ടായിരിക്കും. ഓരോ ലെവലിലും ഓരോ കൗൺസിലുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ കോളേജിലാണെങ്കിൽ മൊത്തത്തിലൊരു കൗൺസിൽ ഉണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഓരോ കൗൺസിലുകൾ ഉണ്ടായിരിക്കും. സോ ആ കൗൺസിലിൽ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അവരുടെ ആ കൗൺസിലിലുള്ള മെമ്പേഴ്സ്, റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഡിസിഷൻസാണ് കൗൺസിലിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത്. സോ അവർ സ്റ്റാഫ് അല്ലെങ്കിൽ വർക്ക് കൗൺസിൽ, ഓവറോൾ ഓർഗനൈസേഷൻ്റെ കൗൺസിലിലേക്ക് വർക്കേഴ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. ദ നെക്സ്റ്റ്, ജോയിൻറ്റ് കൗൺസിൽ.
ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് അവിടെ പിന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് എംപ്ലോയേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് കൂടിയിട്ട് ഉള്ള ഒരു കൗൺസിൽ ഫോം ചെയ്യുന്നതാണ് ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേത് വർക്ക് കൗൺസിൽ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലെവലിലും ഓരോ കൗൺസിൽസ് ഉണ്ടായിരിക്കും. ആ കൗൺസിൽസിന് നമ്മൾ മറ്റേ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പ്രാധാന്യം കൊടുക്കുക, അവർക്കൊരു റോള് കൊടുക്കുക എന്നുള്ളതാണ്. ജോയിൻറ്റ് കൗൺസിലിൽ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും എംപ്ലോയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും കൂടിയിട്ട് ഒരു കൗൺസിൽ ഫോം ചെയ്യുക. ദെൻ വർക്ക് കമ്മിറ്റി എന്ന് പറയുന്നത് ചില പർട്ടിക്കുലർ കാര്യങ്ങളിൽ, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റികളൊക്കെ ഫോം ചെയ്യുക. അപ്പോൾ ആ കമ്മിറ്റികളൊക്കെ ഫോം ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കോ അതൊക്കെ ആ കമ്മിറ്റിയിലെ മെമ്പേഴ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക, കമ്മിറ്റികളെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. അതൊക്കെയാണ് വർക്ക് കമ്മിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പാർട്ടിസിപ്പേഷൻ ത്രൂ കളക്റ്റീവ് ബാർഗെയിനിങ്. സോ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റിൻ്റെ. അവിടെ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ യൂണിറ്റ് ഓഫ് എംപ്ലോയീസ് എയിംഡ് അറ്റ് റീച്ചിങ് എഗ്രിമെൻറ്റ് ആൻഡ് ദാറ്റ് റെഗുലേറ്റ് ദ വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് എംപ്ലോയേഴ്സും എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളും തമ്മിൽ നെഗോഷിയേഷനിലെത്തുന്നു, ഒരു ചർച്ച ചെയ്തിട്ട് അവരൊരു ഫൈനൽ, അതായത് രണ്ട് പേർക്കും ഫേവറബിൾ ആകുന്ന രീതിയിലൊരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. സോ അങ്ങനെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ദെൻ പാർട്ടിസിപ്പേഷൻ ത്രൂ എൻലാർജ്മെൻറ്റ് ആൻഡ് ജോബ് എൻറിച്ച്മെൻറ്റ്. ജോബ് എൻറിച്ച്മെൻറ്റും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ജോലി ഒന്നും കൂടെ എൻലാർജ് ചെയ്യാം. എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ജോലീൻ്റെ ഇത് കൂട്ടല്ല, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂട്ടുക, അതാണ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിലൂടെ വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വേറൊരു മെത്തേഡ്. ദെൻ പാർട്ടിസിപ്പേഷൻ ത്രൂ സജഷൻ സ്കീംസ് എന്ന് പറയുന്നത് ഒരു സജഷൻ ബോക്സ് വെച്ചിട്ട് അതിലൂടെ അവർക്ക് അവരുടെ സജഷൻസൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരം കൊടുക്കുക. എന്നിട്ട് അതിൽ ബെസ്റ്റ് സജഷൻസിനൊക്കെ ഒരു പ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് റിവാർഡ് കൊടുക്കുക. അതൊക്കെയാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ സജഷൻ സ്കീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പാർട്ടിസിപ്പേഷൻ ത്രൂ ക്വാളിറ്റി സർക്കിൾസ്. ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് ജപ്പാനിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് 1960-ൽ. ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വോളണ്ടറി പാർട്ടിസിപ്പേഷനാണ്. അതായത് താൽക്കാലികമായിട്ട് എംപ്ലോയീസ് വോളണ്ടറിലി ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പ് പിന്നെ എന്താണ് 7 to 10 പീപ്പിളൊക്കെ ഉണ്ടായിരിക്കും. 7 മുതൽ 10 വരെയുള്ള ആളുകൾ കൂടിയിട്ട് അവർ വോളണ്ടറിലി, അവരെ ആരും നിർബന്ധിച്ചിട്ടില്ല, അവർ സ്വമേധയാ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് അവർ പല കാര്യങ്ങളിലും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ ആണ് ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് 3 വർഷം വരെ അല്ലെങ്കിൽ 4 വർഷം വരെയൊക്കെ നിലനിൽക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്താൽ മതി, ഈ ക്വാളിറ്റി സർക്കിൾ ഫോം ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം, അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി സർക്കിൾ ദീർഘകാലം നിലനിൽക്കും. പക്ഷേ മിക്ക സ്ഥാപനങ്ങളിലും സംഭവിക്കുന്നത് വെച്ചാൽ ക്വാളിറ്റി സർക്കിൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അത് പിന്നെ അതിലുള്ള മെമ്പേഴ്സൊക്കെ മാറി അവസാനം അത് പിന്നെ ഫെയിലിയർ ആവുകയാണ് ചെയ്യുക. പക്ഷേ അതിന് സക്സസ് ആക്കണം എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഇടപെട്ടിട്ട് അതിൽ അവരുടെ ഡിസിഷൻസും അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ അതൊക്കെ പിന്നെ അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് സക്സസ് ആകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എംപവേർഡ് ടീംസ് എന്ന് പറയുന്നത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എംപ്ലോയീസിന് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, എംപ്ലോയീസിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവർക്കൊരു ഓണർഷിപ്പ് അല്ലെങ്കിൽ കൺട്രോൾ, ജോബിൻ്റെ മീതെ ഒരു സൂപ്പർവൈസർ കൺട്രോൾ ചെയ്യുന്നതിന് പകരം അവർ തന്നെ ഒരു സെൽഫ് കൺട്രോൾ കൊണ്ടുവരുന്ന രീതിയിലാക്കുക. അതാണ് എംപവേർഡ് ടീംസ്. അവരെ എംപവർ ചെയ്യിക്കുക, അവരെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ പിന്നെ ആ ഒരു എംപവർമെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. TQM എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ ലെവലിലും ടോട്ടൽ ക്വാളിറ്റി, അതായത് പിന്നെ പ്രോസസ്സിൻ്റെ ലെവലിലും പ്രോഡക്റ്റ് ലെവലിലും ഒക്കെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കമ്മിറ്റ്മെൻറ്റ്, മൊത്തത്തിലുള്ള ഒരു പിന്നെ മാനേജ്മെൻറ്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, എല്ലാ ഭാഗത്തു നിന്നും നോക്കുമ്പോഴും ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്.
അതിനെ പാർട്ടിസിപ്പേറ്റീവ് എന്നാണ് പറയുന്നത്. കാരണം ഫോർമൽ പ്രോഗ്രാമാണ്. അവിടെ എവരി എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷൻ എല്ലാവരും ഇതിലുണ്ടായിരിക്കും. എല്ലാവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം എല്ലാവരുടെയും എയിം. അങ്ങനെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ്, എല്ലാവരും ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അതിനെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ഏതൊരു സ്റ്റെപ്പും പുതിയൊരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ എന്തിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അവരെ നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റ്സ് അതിൻ്റെ ഭാഗം അവർക്ക്, അതിൻ്റെ ഒരു വിഹിതം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മൾ കമ്പനിയിലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും കൂടെ അവരെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ എംപ്ലോയീസിന് ഒരു ഫിനാൻഷ്യൽ സ്റ്റേക്ക് ഉണ്ടാകും. അതായത് എംപ്ലോയീസ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇമോളിമെൻറ്റ്സ് ഒക്കെ അവർക്ക് കിട്ടുമ്പോൾ അവർ മോട്ടിവേറ്റഡ് ആകും, പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് ആകും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയണമെങ്കിൽ പ്രോഫിറ്റ് ഷെയറിങ്, അല്ലെങ്കിൽ എംപ്ലോയീ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ്, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് പാർട്ടിസിപ്പേഷൻ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവർക്ക് ഒരു ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ, അവരുടെ ഡിസിഷൻസ് മാത്രമല്ല അവർക്ക് ഒരു റിവാർഡും കൂടെ കൊടുക്കുമ്പോൾ കമ്പനിയുടെ ഭാഗമാക്കിയിട്ട് അവരൊരിക്കലും പിരിഞ്ഞു പോവാൻ, പെൻഷൻ സ്കീമൊക്കെ തുടങ്ങുമ്പോൾ അവർ നമ്മുടെ കമ്പനിയുടെ ഭാഗം തന്നെയാണ്, അവർക്ക് റിട്ടയർ ആയ പെൻഷൻ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുമ്പോൾ അവരുടെ കമ്പനിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. അവരെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്.